സ്വാഗതം കലോത്സവ വാർത്തകളിലേക്ക്. കലോത്സവത്തിന്റെ അവസാന ദിനത്തിൽ 10 വേദികളിലായിരുന്നു മത്സരം. നാടൻപാട്ട്, യക്ഷഗാനം, പൂരക്കളി, വഞ്ചിപ്പാട്ട് എന്നിവയൊക്കെ വേദിയിലെത്തി. നാടൻപാട്ട് തന്നെയായിരുന്നു താരം. കലോത്സവത്തിന്റെ അവസാന നാളിൽ 10 വേദികളിലായിരുന്നു മത്സരം. ഗ്ലാമർ ഇനമായത് നാടൻപാട്ട് തന്നെ. വേദി 10-ലായിരുന്നു വഞ്ചിപ്പാട്ട്. വേദി 7-ലെ യക്ഷഗാന മത്സരത്തിൽ ഒരു ടീം മാത്രമാണ് ഉണ്ടായത്. യക്ഷഗാനത്തിന് പിറകെ ചടുലമായ ചുവടുകളോടെ പൂരക്കളി വേദിയിലെത്തി. കലോത്സവത്തിന്റെ 4-ാം നാളിലായിരുന്നു കഥകളി. കലോത്സവത്തിൽ വാദ്യകലകളോട് അവഗണനയായിരുന്നു എന്ന പരാതി ഉയർന്നു. പ്രത്യേകിച്ച് മേളം, പഞ്ചവാദ്യം, നാദസ്വരം മത്സരങ്ങൾ നടന്ന ഇടത്ത്. പരാതി പറഞ്ഞവരെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. നാദസ്വര മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 3 സ്കൂളുകൾ മാത്രമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥി MS ഹരിനാഥ് 1ാം സ്ഥാനം നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി വിശ്വജിത്ത് എതിരാളികളില്ലാതെ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മദ്ദളം ഹൈസ്കൂൾ വിഭാഗത്തിൽ 4 ടീമുകൾ മത്സരിച്ചപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 3 ടീം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ തൃശൂർ വെസ്റ്റ് ഉപജില്ലയിലെ അന്തിക്കാട് ഹൈസ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി കൃഷ്ണ യാദവ് വിജയിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം മണ്ഡലത്തിൽ മുണ്ടത്തിക്കോട് NSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ KS സിദ്ധാർത്ഥ് 1ാമനായി. രാത്രി 9:30 ഈ വേദിയിലെ മത്സരങ്ങൾ അവസാനിച്ചത്. ഈ മംഗലം കളി കാണാനൊരു പ്രത്യേക ചന്തമുണ്ട്. മംഗലം കളി ഭംഗിയായി കളിച്ച് സംസ്ഥാന കലോത്സവത്തിലേക്ക് മരത്തങ്കോട് സ്കൂൾ. മംഗലംകളിയിൽ 1ാം സ്ഥാനം നേടിയാണ് മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മാവിലൻ, മലവേട്ടവ എന്നീ ഗോത്ര സമുദായങ്ങളിലെ ഗോത്ര നൃത്തമാണ് മംഗലംകളി. കാതുകുത്ത് കല്യാണം, പന്തല് കല്യാണം എന്നീ ആഘോഷവേളയിലാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുക. തുടിയാണ് ഇതിലെ പ്രധാന വാദ്യം.
തുളു ഭാഷയിലെ പാട്ടുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ജില്ലയിൽ നിന്ന് മംഗലങ്ങളിക്ക് ഫസ്റ്റ് അടിച്ച് സ്റ്റേറ്റിക്ക് പോവാണ്. അപ്പോൾ അതിന്റെ ത്രില്ലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ജിൽജിൽ മൂട് ഞങ്ങൾക്കിപ്പോ ഇത് പഠിപ്പിച്ച എന്ത് സതീഷ് സാറാണ്. അപ്പോൾ സാർ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അജിത് സാർ, ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ. ഇനി അപ്പൊ ഞങ്ങൾക്ക് സ്റ്റേറ്റിൽ പോയിട്ട് അടിച്ചു പൊളിക്കാൻ പോവാണ്. ഗോത്രവിഭാഗത്തിലെ തനത് ശൈലിയിൽ അവതരിപ്പിച്ച മംഗലപ്പാട്ട് മികവ് പുലർത്തി. കാസർഗോഡ് സ്വദേശികളായ മഹേഷ് കപ്പള്ളി, സതീശൻ കപ്പള്ളി എന്നിവരാണ് പരിശീലകർ. മാവിലൻ സമുദായത്തിന്റെ സംസ്കാരവും അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും വിവാഹ ആഘോഷങ്ങളുമാണ് മംഗലം കളിപ്പാട്ടിലെ പ്രതിപാദ്യ വിഷയങ്ങളായത്. ഓരോരോ കൊല്ലി പയ്യെ പാലിരിക്കണുകുമാ, കുമരിക്കും കല്ലിയിലോ പൊന്നു വിളയണു പോലും, കുമരിക്കും കല്ലിയിലോ പൊന്നു വിളയണു പോലും, കുമക്കുമക്കുമാ മേലാഞ്ചേരിക്കുമാ, കുമക്കുമക്കുമാ മേലാഞ്ചേരിക്കുമാ. മാപ്പിളപ്പാട്ടിൽ മികച്ച പ്രകടനവുമായി ലെന നസ്രീൻ. അസ്സലാമു അലൈക്കും. ഉഹദ് യുദ്ധ ചരിത്രം. രചന ജനാബ് ബദറുദ്ദീൻ പാറന്നൂർ. ഇശൽ ചൊന്നവന് ഫത്ത് ഒന്നേക്കാൽ ചാട്ടുചുത്തിരം. ആലാപന മികവിൽ ലെന നസ്രീൻ സംസ്ഥാന കലോത്സവത്തിലേക്ക്. മച്ചാട് VNMM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് ലെന നസ്രീൻ. കൺകളിലെങ്കിലും എന്ന വരികളിൽ തുടങ്ങുന്ന ഗാനമാണ് ലെന നസ്രീൻ ആലപിച്ചത്. കൺകളിലെങ്കും ചുങ്കുട പൊൻകതിലെങ്കും താനം പങ്കീശത്തരുൾ ചെപ്പിടുമപ്പടി ഊഹതടലതിലേ തിങ്കളുമങ്കും അമ്പിയ തങ്കള സിംഗം ഹംസ തിണ്ടോരത്തിൽ കിണ്ടര തുണ്ടിടു ഫടകൊടുമയിലേ. ഉഹദ് യുദ്ധചരിത്രം ആസ്പദമാക്കിയ ഗാനം രചിച്ചത് ബദറുദ്ദീൻ പാറന്നൂരാണ്. ചൊന്നവനും ഫാത്ത് ഒന്നേക്കാൽ ചാട്ട് ചുത്തിരം എന്നതാണ് ഇശൽ. ഇർഷാദ് സ്രാമ്പിക്കലാണ് ഈണം നൽകിയതും പരിശീലിപ്പിച്ചതും. കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ ഉറുദു പദ്യം ചൊല്ലിൽ എ ഗ്രേഡ് നേടിയിരുന്നു. വെള്ളറക്കാട് നിസാർ സെറീന ദമ്പതികളുടെ മകളാണ് ലെന നസ്രീൻ. ചങ്കക്കളമെങ്കും നിറന്തിടെ ഹംസ അങ്കക്കളി പൊങ്കിയിലെങ്കിടെ ഫർസ സിംഗം നിറൈതാനേ താനം ചങ്കം എങ്കും തിങ്കും നാമമുശർന്താരോ ഉടയോനുടെ മദിനോരുടെ സ്വദർ കുളിർമ പൊന്താരം ചുങ്കിലെങ്കി ചെങ്ക്ര അണുണ്ടാരോ കൺകളിലെങ്കും ചുങ്കുട പൊൻകതിലെങ്കും താനം പങ്കീശത്തരു ചെപ്പിടുമപ്പടി ഊഹതടലതിലേ. ഇപ്പോൾ എല്ലായിടത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. കലോത്സവത്തിലെ മോണോ ആക്ടിലും AI എത്തി. വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ നിരഞ്ജനാണ് മോണോ ആക്ടിൽ AI വിഷയം കൊണ്ടുവന്ന് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത്. ഏറെ ആവേശകരമായി മാറി ഹയർ സെക്കൻഡറി വിഭാഗം മോണോ ആക്ട് മത്സരം. ഓരോ മത്സരാർത്ഥികളും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി വേദിയിൽ തിളങ്ങിയ ഒരു മിടുക്കൻ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ആ മിടുക്കൻ നമ്മളോടൊപ്പമുണ്ട്, പരിചയപ്പെടാം. എന്താ പേര്? നിരഞ്ജൻ വാധ്യാൻ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? വിവേകോദയം ബോയ്സ്, തൃശ്ശൂർ. ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? പങ്കെടുക്കുന്നത് 1ാം ക്ലാസ് മുതൽ പങ്കെടുക്കാറുണ്ട്. ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് പോണത്. ആരാണ് ഗുരു? ഗുരു അച്ഛനാണ്. ഓ, അച്ഛനാണ് ഗുരു. അച്ഛൻ തന്നെ പരിശീലിപ്പിച്ചതാണ് ഇവനെ. എന്തായാലും സ്റ്റേറ്റിലേക്ക് പോവാണ്. ആ പെർഫോമൻസ് ഒന്ന് കാണാം നമുക്ക്. ജങ്ങട്ടപ്പോ സിനിമക്ക് 2ാം കളിക്കാവൂല്ലേ? അത് പറഞ്ഞപ്പോഴാ പണ്ട് ദേ ആടെ ഷൂട്ടിംഗ് ഉണ്ടായപ്പോൾ സത്യമാസ് പാതിരാമണലിൽ മലന്ന് കിടന്ന് ബീഡി വലിച്ചു വന്ന സീൻ എടുക്കുന്നു. ബീഡി എത്തിക്കാൻ നോക്കുമ്പോൾ തീപ്പെട്ടിയില്ല. മൂപ്പൊരു ഒറ്റ ബീളിയാ. അതിരോ ഒരു തീപ്പെട്ടി ഉണ്ടോണ്ടാ? ഇവിടെ അഞ്ച തീപ്പെട്ടി ഇട്ട് കാണാനില്ല. എന്നിട്ട് നമ്മളെ ബീഡി കിട്ടുന്നവരെന്നെങ്കിലും എടുത്ത് സമോവാറിൻ്റെ അടിയിൽ നിന്ന് ബലിച്ചൂതി കത്തിച്ചാണ്ട് കൊടുത്ത് സിനിമ കോട്ടകേരി വന്നപ്പോൾ എന്ത് തേർന്ന് കജ്ജടി ആർക്കാ? സത്യമാസ്കല്ലായിരുന്നു, അതിരുവിൻ്റെ പേടിക്കായിരുന്നു. ഇല്ല ജന്താ ചെക്ക പോവാണ്ടിക്കണേ കായില്ലാലേ മാണ്ട പിന്നെ തന്നാ മതി. ഇജിപ്പ പക്കടോ. ഇപ്പോൾ നാട് മൊത്തം AI ക്യാമറകളാണല്ലോ. ക്യാമറകൾ തടഞ്ഞ് നടക്കാൻ പറ്റില്ല. അത് മനോഹരമായി തന്നെ ഈ മിടുക്കൻ അവതരിപ്പിച്ചാണ് 1ാം സ്ഥാനം നേടിയത്. നൃത്ത ഇനങ്ങളിൽ മികവ് തെളിയിച്ച് തിളങ്ങിയ ഒരു താരമുണ്ട് ഇത്തവണ കുന്നംകുളം കലോത്സവത്തിൽ. അത് വില്ലടം സ്കൂളിലെ അസിനാണ്. കുച്ചിപ്പുടിയിലും ഭരതനാട്യത്തിലും നാടോടി നൃത്തത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 3 1ാം സ്ഥാനങ്ങളാണ് ഈ മിടുക്കി സ്വന്തമാക്കിയത്.
തിളങ്ങുന്ന നൃത്ത ഇനങ്ങളിൽ അസിനായിരുന്നു ജില്ലാ കലോത്സവത്തിലെ താരം. ഹയർ സെക്കൻഡറി വിഭാഗം കുച്ചിപ്പുടിയിലും ഭരതനാട്യത്തിലും നാടോടി നൃത്തത്തിലും 1ാം സ്ഥാനം അസിൻ എന്ന മിടുക്കിക്കാണ്. വില്ലടം GHSSലെ +2 സയൻസ് വിദ്യാർത്ഥിനിയാണ് അസിൻ. ചെറുപ്പം മുതൽ നൃത്തമഭ്യസിക്കുന്ന അസിൻ 3 ഇനങ്ങളിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കും. ഭരതനാട്യത്തിലും നാടോടി നൃത്തത്തിലും കലാക്ഷേത്ര അമൽനാഥാണ് ഗുരു. കുച്ചിപ്പുടിയിൽ ഡോക്ടർ സജേഷ് S നായരും. കലോത്സവത്തിലെ ഒരു വേറിട്ട ശ്രദ്ധേയമായ ഇനമാണ് യക്ഷഗാനം. ഹൈസ്കൂൾ വിഭാഗത്തിലാണ് യക്ഷഗാന മത്സരം നടക്കുകയും ചെയ്യുക. വേഷത്തിലായാലും അവരുടെ ഭാഷയിലായാലും കന്നഡ ഭാഷയാണ് ഈ യക്ഷഗാനത്തിന് ഉപയോഗിക്കുക. യക്ഷഗാനം പഠിപ്പിക്കാനെത്തിയത് കാസർഗോഡ് നിന്നാണ്. തൃശ്ശൂരിൽ മറ്റ് ഇടങ്ങളിൽ ഇത് പഠിപ്പിക്കാനുള്ള ആളുകളില്ല എന്നാണ് അറിവ്, ശരിയാണോ? അല്ല, ആളുകളുണ്ട്. ഓരോ ജില്ലയിൽ ഇങ്ങനെ പോയിട്ട് എടുക്കും. ഒരു ജില്ലയിൽ ഒരേ ആസാനെ എടുക്കാൻ പറ്റും, അത്ര തന്നെ. ബാക്കി എടുത്തെങ്കിൽ 2-3 സ്കൂളിൽ എടുത്തെങ്കിൽ അവരെ പിള്ളേർ തന്നെ നമ്മൾ കോമ്പറ്റീഷൻ ആണെന്നില്ലേ? അത് ശരിയല്ലല്ലോ. അങ്ങനെ ഒരു ജില്ലയിൽ ഒരേ ആസാനം തന്നെ എടുക്കും. എനിക്ക് പ്രാവശ്യം 3 ജില്ലയുണ്ട്. ഇത് സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിലാണ് ഇതിന് പ്രധാനം കൂടുതലല്ലേ? കർണാടക ബോർഡറിലാണ് കൂടുതൽ പ്രാധാന്യം. അത് ക്ഷേത്രകല അതിനെ കൊണ്ട്, കന്നഡ ഭാഷയിലതിനെ കൊണ്ട് കർണാടകക്കാരെ ഇതിനെ ഏറ്റിപ്പിടിച്ചു. കേരള കലയായെങ്കിൽ മലയാളക്കാർ ഇതിനെ വിട്ടുകൊണ്ട് വന്നു. ഇപ്പോൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ശേഷം ഞങ്ങൾ 14 ജില്ലയിലും കാണുന്നുണ്ട് യക്ഷഗാനം. കന്നഡ ഭാഷയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ എന്താണ് കഥ, എന്താണ് ഉപയോഗിക്കുക? രാമായണ, മഹാഭാരത, ഭഗവത്ഗീത എന്ന് പറയുന്ന കഥകളെല്ലാം, പുരാണ കഥകളെല്ലാം കളിച്ച് കാണിക്കും, അവതരിപ്പിച്ചിട്ട് ഇതിനെ കാണിക്കും. വേഷവിധാനങ്ങളും വളരെ വ്യത്യസ്തമാണ്. ചിലവും അതിനനുസരിച്ച് കൂടുതലുണ്ട്. നല്ലോണം ചിലവുണ്ട്. ഒരു നാടക ചിലവൊന്നും പോരാ ഇതിന്. നല്ല ഡ്രസ്സ്, വാടകം, ഇത് പഠിപ്പിക്കുന്ന ദിവസങ്ങൾ കൂടുതൽ വേണ്ടി വരും. പ്രൊണൗൺസിയേഷൻ തിരുത്തണം കന്നഡയിൽ പിള്ളേരത്. അവർ പഠിച്ച് ഭയപ്പെട്ടാക്കി വെച്ചാൽ പോരാ. അപ്പോൾ കുറേ ക്ലാസ്സുകൾ ഒത്തിരി വേണ്ടി വരുന്നു. നല്ലോണം ചിലവുണ്ട് സ്കൂൾക്കാർക്ക് ഇതിനെ ചെയ്യണമെങ്കിൽ. ഇത് കലോത്സവത്തിന് മാത്രമായിട്ടാണല്ലോ പഠിപ്പിക്കുക? കുട്ടികൾ പെട്ടെന്ന് പഠിച്ചെടുക്കും? അല്ല, കുട്ടികൾ, ഈ പെൺകുട്ടികൾ അതിനെക്കൊണ്ട് കുറച്ച് ഡാൻസ് ഇത് അനുഭവം ഉണ്ടായതിനെക്കൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കും. ആൺപിള്ളേർ ഇത്രയും പഠിക്കില്ല. അവർക്ക് തലയിൽ പല ചിന്ത ഉണ്ടാവുമല്ലോ. അതിനെക്കൊണ്ട് ഞങ്ങൾ പെൺപിള്ളേർ തന്നെ സെലക്ഷൻ ആക്കുന്നത് വേഗം പഠിക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞെങ്കിൽ കോൺട്രാക്റ്റിൽ ഞങ്ങൾക്ക് മേക്കപ്പ് ആണ്ടേ. ഞങ്ങൾ സ്കൂൾക്കാർക്ക് നല്ലവണ്ണം ചിലവ് നിൽക്കും. അത് വേണ്ട, കുറച്ച് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പെൺപിള്ളേരെ എടുക്കുന്നില്ല. അല്ലെങ്കിൽ പെൺപിള്ളേർക്ക് പറഞ്ഞ കലയല്ല ഇത്. ഇതിൽ ആടയാഭരണങ്ങളും കിരീടമൊക്കെ കാസർഗോഡ് നിന്ന് കൊണ്ടുവരും? എല്ലാം കൊണ്ടുവരും. വാടകയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരും. പാടുന്നയാള, മദ്ദലക്കാരെ, ചെണ്ടക്കാരന് എല്ലാം കാസർഗോഡ് നിന്ന് കൊണ്ടുവരണം. അതെല്ലാം പഠിച്ചവരായിരിക്കണമല്ലോ. അവതരിപ്പിക്കുന്ന മാത്രം ഇവിടുത്തെ പിള്ളേർ. നിങ്ങൾ എത്ര പേര് അവിടെ നിന്ന് വന്നിട്ടുള്ളത്? ഞങ്ങൾ ഇന്ന് 7 പേരുണ്ട്. 7 പേരുണ്ട്. ഡ്രസ്സും മേക്കപ്പും എല്ലാം ആയിട്ട്. പ്രത്യേകമായ വേഷവിധാനങ്ങൾ, ആ ഭാഷയും കന്നഡ. 7 പേരടങ്ങുന്ന സംഘമാണ് കാസർഗോഡ് നിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ വേഷവിധാനങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാകും. നമ്മളിവിടെ മലയാളത്തിൻ്റെ കലയായിരുന്നു, പിന്നീട് അത് മലയാളം കൈവിട്ടു, കർണാടകം ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ കർണാടകത്തിലാണ് പ്രചാരം കൂടുതൽ. കലോത്സവത്തിലുള്ളതുകൊണ്ട് നമുക്കിത് കാണാനും സാധിക്കുന്നുണ്ട്. എന്തായാലും ആ മനോഹരമായ യക്ഷഗാനം ഇനി നമുക്ക് വേദിയിൽ കാണാം. യക്ഷഗാനം എന്ന് കേട്ട് ഗാനം അവതരിപ്പിക്കാൻ വേദിയൊരുക്കിയ ചില സംഘാടകരെ കുറിച്ച് ട്രോളെല്ലാം വരുന്നുണ്ട്. സത്യമാണോ ആവോ? എന്തായാലും കുന്നംകുളം കലോത്സവത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. യക്ഷഗാനം ശരിക്കൊരു നൃത്തരൂപമാണ്. കാസർഗോഡ് മേഖലയിൽ കന്നഡ പാടി അവതരിപ്പിക്കുന്ന ഒരു നൃത്തരൂപം. ഒരു ടീം മാത്രമാണ് യക്ഷഗാനത്തിൽ പങ്കെടുക്കാനുണ്ടായിരുന്നത്. നൃത്തവും അഭിനയവും സംഗീതവും ചേരണം. മുദ്രയും വേഷവും താളവും ചുവടും പ്രധാനമാണ്. യക്ഷഗാനത്തിന്റെ പേരിൽ മാത്രമാണ് ഗാനമുള്ളത്. അസൽ നൃത്തരൂപമാണിത്. കാസർഗോഡാണ് യക്ഷഗാനം പിറവിയെടുത്തത്. ഭാഷ കന്നഡയും. കാസർഗോഡുള്ള മത്സരാർത്ഥികൾക്ക് യക്ഷഗാനം എളുപ്പം വഴങ്ങും. അതുപോലെയല്ല മറ്റ് ജില്ലക്കാർക്ക്. കന്നഡയിലുള്ള നെടുനീളൻ ഡയലോഗുകൾ എഴുതിയെടുത്ത് പഠിക്കണം. പഠിച്ചെടുക്കാൻ പാടാണ്. യക്ഷഗാന മത്സരത്തിൽ ഇത്തവണ ഒരേ ഒരു ടീം മാത്രമാണ് ഉണ്ടായിരുന്നത്. ബദനി സെന്റ് ജോൺസ് സ്കൂൾ ടീം. ഇനി ഇവർ സംസ്ഥാന കലോത്സവത്തിൽ ജില്ലയെ പ്രതിനിധീകരിക്കും. ഈ വാദ്യകലകളെ അവഗണിക്കുന്നതായി നമ്മൾ നേരത്തെയും വാർത്ത നൽകിയിരുന്നു. ഇത്തവണ കലോത്സവത്തിൽ വാദ്യകലകളോട് അവഗണനയായിരുന്നു എന്നുള്ളത്. ഇതിന്റെ ഭാഗമായി തന്നെ പഞ്ചവാദ്യ മത്സരവും
അവഗണന നേരിട്ടു എന്ന് മത്സരാർത്ഥികളും പരിശീലകരും പരാതിപ്പെട്ടു. രാത്രി വൈകി ഇരുട്ടിലായിരുന്നു അവസാന ടീമിന്റെ മത്സരമെന്നും പരാതി ഉയർന്നു. കലോത്സവത്തിന്റെ 3-ാം നാൾ രാവിലെ ചെണ്ടമേളം ആരംഭിച്ച മുതൽ തന്നെ കല്ലുകടി തുടങ്ങി. കലോത്സവത്തിനെ കാണികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവാറുള്ള പഞ്ചവാദ്യ മത്സരത്തിന് ശുഷ്കമായ സദസ്സായിരുന്നു. പഞ്ചവാദ്യം നാദവിസ്മയം തീർക്കുമ്പോഴും വേദിയിലെ ആവേശമൊന്നും സദസ്സിൽ കണ്ടില്ല. തിമിലിയും മദ്ദളവും ഇടയ്ക്കയും ഇലത്താളവും കൊമ്പും ഒന്നിനൊന്ന് മികച്ചതായി. സമരപ്പന്തലിന്റെ മാതൃകയിലുള്ള പഞ്ചവാദ്യ മത്സരവേദി കണ്ടപ്പോൾ തന്നെ മത്സരത്തിനായി എത്തിയ കുട്ടികളുടെ പരിശീലകർ പരാതി ഉയർത്തി. കലയോടുള്ള അവഗണനയാണ് ഈ വേദിയെന്നും ഉപജില്ലാ കലോത്സവ വേദിയുടെ നിലവാരം പോലും പുലർത്തിയില്ലെന്നും വാദ്യകലാകാരൻ പാലക്കൽ അജി പറഞ്ഞു. കലാകാരന്മാരെയും മറ്റു ആസ്വദയെല്ലാം മോശമായിട്ടുള്ള സ്റ്റേജാണ്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു പ്രൗഢി ഉണ്ടാവുമല്ലോ. ഈ വേദിക്ക് നമ്പർ, ഈ വേദിക്ക് പേര് മറ്റൊന്നും കൊടുത്തിട്ടില്ല. മോശമായ സ്റ്റേജാണ്. കലോത്സവം എന്ന് പറയുമ്പോൾ അതിന് പ്രൗഢിയുള്ള സ്റ്റേജാണ് എല്ലാവരും പ്രതീക്ഷിക്കേണ്ടത്. ഇത് കലാകാരന്മാരെയും മറ്റുള്ളവരും തകർന്ന് കാണുന്ന സ്റ്റേജാണ്. എന്തോ സമരത്തിന് മറ്റു ഉള്ളൊരു പന്തൽ കെട്ടിയ തുല്യമായിട്ടുള്ള സ്റ്റേജാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 2 ടീമുകളാണ് മത്സരത്തിന് ഉണ്ടായിരുന്നത്. ഇരു ടീമും എ ഗ്രേഡ് കരസ്ഥമാക്കി. ഇരിങ്ങാലക്കുട ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതായി. ആദ്യമായിട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിന് വേണ്ടി ജില്ലയ്ക്ക് വരുന്നത്. ഇതിന് മുന്നേ ഇതിനായിട്ട് വന്നിട്ടില്ല. ഞങ്ങൾ 1.5 മാസത്തെ പരിശീലനത്തിന് ഒടുവിലാണ് ഞങ്ങൾ വന്നത്. ഫസ്റ്റ് അടിച്ചു. ഇനി അടുത്തത് സ്റ്റേറ്റിൽ പോയിട്ട് ഫസ്റ്റ് അടിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു എല്ലാവരും വിശ്വാസം. അത് എന്തായാലും നേടുന്നതന്നെ ഉറപ്പുണ്ട്. 3 മാസം കൊണ്ടാണ് ഇവർ പരിശീലനം പൂർത്തിയാക്കി മത്സരത്തിനായി എത്തിയത്. ആദ്യമായാണ് ഈ കുട്ടികൾ പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത്. അവിട്ടത്തൂർ രാകേഷ്, തൃക്കൂർക്കുട്ടൻ, കിനൂർ വിവേക് എന്നിവരുടെ ശിക്ഷണത്തിലായിരുന്നു കുട്ടികളുടെ പരിശീലനം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു ടീം മാത്രമായിരുന്നു മത്സരത്തിനുണ്ടായിരുന്നത്. നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിങ്ങാലക്കുട. എന്നാൽ ഈ ടീം പഞ്ചവാദ്യം അവതരിപ്പിച്ചത് ഇരുട്ടിലായിരുന്നു. ആവേശം പകർന്ന ഒരു അറബനമുട്ട് മത്സരത്തിന്റെ വിശേഷം കാണാം. എട്ട് ധ്വനികളാൽ നിറഞ്ഞ് മണിപ്പ് കൊണ്ട് തുടങ്ങി മണിപ്പ് കൊണ്ട് തന്നെ അവസാനിപ്പിക്കുന്നതാണ് അറബനമുട്ടിന്റെ രീതി. ഷാത്തുലി, റിഫായിൻ റാത്തീബുകളിലെ ബൈത്തുകളും പ്രവാചക പ്രകീർത്തന അറബി ഗാനങ്ങളുമാണ് ആലപിക്കുന്നത്. ഒന്നാം കാലവും 2ാം കാലവും കടന്ന് മുട്ട് ഭാവമാറ്റങ്ങളിലേക്ക് കടന്നപ്പോൾ കാഴ്ചക്കാർക്ക് മികച്ച ആസ്വാദനം നൽകി. അവസാന മണിപ്പിലെ രൗദ്രഭാവത്തിലുള്ള മുറുക്കം കാണികളുടെ ആവേശം വാനോളമുയർത്തി.
അറബനമുട്ടിന്റെ തനിമ ചോരാതെ പുതുമയുള്ള ശൈലിയാണ് മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ജേതാക്കളാക്കിയത്. പഴയ റാത്തീബുകളും അടവുകളുമായിരുന്നു മതിലകത്തിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. പ്രസിദ്ധ മാപ്പിള കലാകാരൻ സാജിൽ മജീദായിരുന്നു പരിശീലകൻ. അറബനമുട്ടിൽ തനത് അറബനമുട്ട് നമ്മുടെ വേദിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറബന നൃത്തം എന്നുള്ളൊരു ഫോർമാറ്റിലേക്ക് വരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള അറബന തനിമ ചോരാതെ പുതുമ കൊണ്ടുവന്നത് കൊണ്ട് അത് ഏറ്റവും ഭംഗിയ രൂപത്തിൽ അവർ അത് സ്റ്റേജിൽ അവതരിപ്പിച്ചു. അതുകൊണ്ടുള്ളൊരു വിജയം, എല്ലാവരും അംഗീകരിച്ചുകൊണ്ടുള്ളൊരു വിജയം, അത് തന്നെയാണ് ഈ 1ാം സ്ഥാനത്തിന് ഇത്രയും ഭംഗി. അതിന്റെ വളരെ നല്ല മത്സരമായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാതെ കളിക്കാൻ പറ്റി. ആദ്യം നല്ല പേടിയൊക്കെ ഉണ്ടായി, പിന്നെ കയറിയപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ അത് വെച്ച് കളിച്ച് പിന്നെ ഇത്ര നല്ല വേറെ തൃശ്ശൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ മത്സരമുള്ള ജില്ല എന്നാണ് എല്ലാവരും പറയണത്. ഞങ്ങൾക്കിവിടെ കിട്ടിയ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. മതിലകം സ്കൂൾ ആദ്യമായാണ് അറബനമുട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. അറബ് ഗാനത്തിൽ 1ാം സ്ഥാനം ലഭിച്ച അഹമ്മദ് മെജാദാണ് ബൈത്തുകൾ ആലപിച്ചത്. അർപ്പണ മനോഭാവത്തോടെയുള്ള കഠിനമായ പരിശീലനത്തിനൊടുവിലാണ് മത്സരാർത്ഥികൾ തീപാറുന്ന പ്രകടനം കാഴ്ചവെച്ചത്. നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് അറബനമുട്ട് മത്സരം അരങ്ങേറിയത്. മുട്ടും രൗദ്രഭാവങ്ങളും കാണികളുടെ ആവേശം വാനോളം ഉയർത്തി. പങ്കെടുത്ത ഭൂരിഭാഗം ടീമുകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിമിനോടൊപ്പം റഷീദ് അരിമപ്പെട്ടി. കഥകളിയാണ് കേരളത്തിന്റെ അഭിമാനമാണ്, വിദേശ രാജ്യങ്ങളിൽ കഥകളിയോട് ബഹുമാനമാണ്, ഒക്കെ ശരിയാണ്. കേരളത്തിൻ്റെ തനത് ദൃശ്യകലാരൂപമായ കഥകളി അരങ്ങേറിയ കലോത്സവവേദിയിലെ കാഴ്ചയാണിത്. കാണികൾ തീരെ കുറവ്. കാലിയായ കസേരകൾക്ക് മുന്നിൽ നിന്ന് കഥകളി അവതരിപ്പിക്കേണ്ട അവസ്ഥയിലായിരുന്നു മത്സരാർത്ഥികൾ. കൂടാതെ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കാൻ മത്സരാർത്ഥികളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവായിരുന്നു. ഹൈസ്കൂൾ വിഭാഗം കഥകളി സിംഗിൾ മത്സരത്തിൽ 2 പെൺകുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗം കഥകളി സിംഗിൾ മത്സരത്തിൽ 3 പെൺകുട്ടികളും മാത്രമായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. കഥകളി ഗ്രൂപ്പ് മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ പങ്കെടുത്തത് 1 ടീം മാത്രം. ഹയർ സെക്കൻഡറി വിഭാഗം ഗ്രൂപ്പ് മത്സരത്തിലാകട്ടെ പേരിന് പോലും ഒരു ടീമും മത്സരത്തിനുണ്ടായില്ല. പെൺകുട്ടികൾ കഥകളി വേദി കൈയടക്കിയപ്പോൾ മാറ്റുരയ്ക്കാൻ ആൺ മത്സരാർത്ഥികളും ഉണ്ടായിരുന്നില്ല. കഥകളി പഠിക്കാൻ ആളുകൾ കുറവായതുകൊണ്ടും വേഷവിധാനങ്ങൾ അടക്കമുള്ള വൻ സാമ്പത്തിക ചിലവ് മൂലവും മത്സരാർത്ഥികൾ കഥകളി വേദിയിൽ നിന്ന് പിന്മാറുന്നതായി ഈ രംഗത്തുള്ളവർ പറയുന്നു. കണ്ടില്ലേ, ഏറെയും കാലിയായ കസേരകൾക്ക് മുന്നിൽ നിന്ന് കഥകളി അവതരിപ്പിക്കേണ്ട ഗതികേടിലായിരുന്നു കഥകളി മത്സരാർത്ഥികൾ. അതുകൊണ്ട് തന്നെ കഥകളി വേദിയിൽ അവഗണനയുടെ കേളികൊട്ട് എന്നു തന്നെ പറയേണ്ടി വരും. കൂടാതെ മത്സരിക്കാനോ മത്സരാർത്ഥികളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവായിരുന്നു. ക്യാമറമാൻ സമദിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TC വിനോസ്. കാട്ടാനയും വിശപ്പും ടീം കൊള്ളാമല്ലേ? ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തിയ ടീമിന്റെ തീമായിരുന്നു കാട്ടാനയും വിശപ്പും. വാർത്ത കാണാം. സെന്റ് ജോസഫ് മതിലകം. മെയിനായിട്ട് കാട് കയ്യേറുന്ന സംഭവങ്ങളും പിന്നെ വിശന്നാലും നമ്മൾ നുണ പറയുന്നുള്ള സബ്ജക്റ്റാണ് മെയിനായിട്ട് എടുത്ത് കാട്ടുന്നത്. എത്ര നാളെടുത്തു ഇവരെ പരിശീലിപ്പിക്കാനും എങ്ങനെയായിരുന്നു ആ ഒരു വിജയത്തിലേക്ക് ഇവരെ നയിച്ചത്? അതായത് നമ്മളൊരു 1.5 മാസം 2 മാസത്തിനടുത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് ഇവർ പല ആളുകളും നാടകം ചെയ്തിട്ടുള്ള ആളുകളുണ്ട് ഇതിൽ. പക്ഷെ നമ്മുടെ ഒരു ഡിഫറൻ്റ് ആയിട്ട് ഉള്ള പ്രോസസ്സൊന്നുമല്ല. കുട്ടികളെ കൂടി ഇരുന്ന് അവരെ കോൺട്രിബ്യൂഷൻ കൂടി വാങ്ങി അവരോട് ചോദിച്ച് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ അങ്ങനെ
കുട്ടികൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം നമ്മൾ പടച്ചു വിട്ടിട്ട് കാര്യമില്ലല്ലോ. അവർക്കതിൻ്റെ ഇപ്പോൾ വിശപ്പാണ് അതിൻ്റെ ഒരു പ്രമേയം. കലോത്സവ വേദിയിൽ ആവേശം പകർന്ന നാടൻ പാട്ട് മത്സര വേദിയിലെ വിശേഷങ്ങളിലേക്ക്. കലോത്സവത്തിന്റെ സമാപന ദിനത്തിൽ ഏറെ ആവേശം നിറയ്ക്കുന്നതായിരുന്നു നാടൻപാട്ട് മത്സരം. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ 4-ാം നമ്പർ വേദിയിലാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം നാടൻപാട്ട് മത്സരങ്ങൾ അരങ്ങേറിയത്. വാദ്യമേളക്കുഴുപ്പിൽ മണ്ണിന്റെ മണമുള്ള നാട്ടുശീലുകൾ പാടി മത്സരാർത്ഥികൾ സദസ്സിനെ കയ്യിലെടുത്തു. നന്ദുടിപ്പാട്ട്, തൊഴിലുണർത്തുപാട്ട്, ചാറ്റുപാട്ട് തുടങ്ങി മുമ്പ് പ്രചാരത്തിലിരുന്ന നാടൻ പാട്ടുകൾ വേദിയിൽ അവതരിപ്പിച്ചു. കണ്ടില്ലേ, ഇതുപോലെ ഏറെ ആവേശകരമായിരുന്നു നാടൻ പാട്ട് മത്സരം. വാദ്യമേളക്കൊഴുപ്പിൽ നാടൻ ശീലുകൾ മൊഴിഞ്ഞ് ഇവർ സദസ്സിനെ കയ്യിലെടുത്തു. നാടൻ പാട്ട് മത്സരത്തിൽ കാണികളുടെ പങ്കാളിത്തം കൊണ്ടും മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധ നേടി. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര, TCV ന്യൂസ്. ഹയർ സെക്കൻഡറി വിഭാഗം വൃന്ദവാദ്യത്തിൽ 1-ാം സമ്മാനം നേടിയ ടീം. ആ ടീമിന്റെ വിശേഷങ്ങളുമായി അഭിജിത്ത്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് വൃന്ദവാദ്യത്തിന് ഇരട്ടി മധുരം കിട്ടിയ ഒരു ടീമാണ്. തൃശ്ശൂർ ഈസ്റ്റ് ഉപജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ സേക്രഡ് ഹാർട്ട് ഗേൾസ് കോൺവെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും വൃന്ദവാദ്യത്തിന് ഫസ്റ്റ് A ഗ്രേഡ് സ്വന്തമാക്കി സംസ്ഥാനത്തെ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ടീമാണ് എനിക്ക് പിന്നിലിപ്പോൾ ഉള്ളത്. എന്തായാലും മാഷടക്കം നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ആദ്യം തന്നെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളോട് തന്നെ ചോദിച്ചറിയാം, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ല കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. 9 ടീം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി. കുറേ സീക്വൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാവും ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും നന്നായി ചെയ്തു. അധ്വാനിച്ചതിൻ്റെ ഫലം ഉണ്ടായി. എല്ലാവരുടെയും പേരെന്ന് പറഞ്ഞേ? അന്ന, ജാനിയ, ഋതു, മേരി, അഭിരാമി, പൂജ, അന്ന ഗ്രേസ്. ഇപ്പോൾ മാഷ് നമ്മോടൊപ്പം ചേരുകയാണ്. മാഷ് എത്രത്തോളം ടൈറ്റായിരുന്നു കോമ്പറ്റീഷൻ? കോമ്പറ്റീഷൻ നല്ല ടൈറ്റായിരുന്നു. എല്ലാവരും മികച്ച നിലവാരത്തിൽ തന്നെ വായിച്ചിരുന്നത്. അപ്പം പല ജോണറുകളും പല രീതിയിലും സംഗീതത്തിൻ്റെ പല ആസ്പെക്റ്റിലും വന്ന ടീമുകളുണ്ടായിരുന്നു. അപ്പം ഞാൻ ബിലീവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മ്യൂസിക്കലി കുറച്ച് റിച്ചായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. കുറച്ച് എക്സ്പെരിമെൻറ്റേഷൻസ് ചെയ്ത് ഇപ്പോൾ താളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ച് റെയറായിട്ടുള്ള താളങ്ങൾ, കുറച്ച് കുറച്ച് ജോണറുകൾ, നമ്മളൊരു കർണാട്ടിക് ജാസ് പോലെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ എന്താണെന്ന് വെച്ചാൽ താളത്തിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തന്നെ ചിട്ടപ്പെടുത്തിയതാണ്. ഓക്കെ, എന്തായാലും ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ കുട്ടികളോട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പേരെന്താ? ദിയ, അനുശ്രീ, ആരതി, സെലസ്റ്റിയർ, കപില, ലോപമുദ്ര, എയ്സ്ലിൻ. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? പൊതുവെ നല്ല ടഫായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ തന്നെ കുറേ സീരീസും എല്ലാവരും ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളായാലും മാക്സിമം ഞങ്ങൾ ചെയ്തു. പിന്നെ ഓരോരോ സീരീസും ഓരോരോ സ്കെയിൽസും അതിൻ്റെ കുറേ ടൈം സിഗ്നേച്ചേഴ്സൊക്കെ മാറ്റി കളിച്ച് നല്ല രസമായിരുന്നു. ഈ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയിലും ഒരുമിച്ച് A ഗ്രേഡോടുകൂടി സംസ്ഥാനത്ത് പോവുകയാണ്, അതിൻ്റെ ഒരു സന്തോഷമുണ്ടോ? Of course, yes. ഇരട്ടി മധുരമാണോ? അതെ, അത് ഓഫ് കോഴ്സ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആദ്യമായിട്ടാണ് അങ്ങനെ 2 ടീം ഒരുമിച്ച് പോകുന്നത്. ആദ്യമായിട്ടാണ്. 11 വർഷമായി ഞാൻ ട്രെയിൻ ചെയ്യുന്നു. ആദ്യമായിട്ടാണ് അങ്ങനെ പോകാൻ പറ്റുന്നത്. അപ്പോൾ അതാണ്, അത്തരത്തിൽ വലിയ വിജയം കൊയ്തതിൻ്റെ ഒരു സന്തോഷം കൂടി ഇവരുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും സംസ്ഥാന തലത്തിലേക്ക് ഒരു സ്കൂളിൽ നിന്ന്, അതും ഒരേ ഇനത്തിൽ 2 ടീമുകളെ പരിശീലിപ്പിച്ച് സംസ്ഥാന തലത്തിലേക്ക് ജില്ലയെ പ്രതിനിധീകരിച്ചെത്തുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം തൃശ്ശൂർ ഈസ്റ്റ് ഉപജില്ലയിൽ പ്രതിനിധീകരിച്ചെത്തിയ സേക്രഡ് ഹാർട്ട് വളരെ പോയിന്റ് പട്ടികയിലും മുൻപന്തിയിലുള്ള സ്കൂളാണ്. അതിനൊപ്പം തന്നെ തൃശ്ശൂർ ഈസ്റ്റ് ഉപജില്ലയുടെ കലാ കിരീടത്തിലേക്ക് മുത്തമിടുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച സ്കൂൾ എന്ന നിലയിലും സേക്രഡ് ഹാർട്ട് ഇവിടെ കയ്യടി നേടുന്നു. എന്തായാലും ഇവർക്ക് സംസ്ഥാന തലത്തിലും മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. ക്യാമറമാൻ പ്രവീൺ, ഒപ്പം അഭിജിത്ത് തലച്ചിറ, TCV. ഇനി
ഇനി പൂരക്കളി വിശേഷം. പേരിലെ പോലെ പൂരവുമായി ഒരു ബന്ധവുമില്ല. പക്ഷേ ഈ പൂരക്കളി പൊടി പാറുന്ന ഒരു ഇനമാണ്. നല്ല മെയ്ക്കരുത്തും മെയ്വഴക്കവും വേണം. സ്കൂൾ കലോത്സവത്തോളം പഴക്കമുണ്ട് പൂരക്കളിക്ക്. ഉത്തര കേരളത്തിൽ വളപട്ടണം പുഴയ്ക്കും ചന്ദ്രഗിരി പുഴയ്ക്കുമിടയിൽ വരുന്ന കാവുകളിലും ക്ഷേത്രങ്ങളിലും അവതരിപ്പിച്ചിരുന്ന പൂരക്കളി ഇന്ന് കലോത്സവത്തിലെ പ്രിയ ഇനമാണ്. ചോപ്പും ചൊറയും ഉറുമാലും കെട്ടി കൃത്യതയാർന്ന ചുവടുകളും വാമൊഴിയുടെ തനിമയുമായി പൂരക്കളി 7ാം നമ്പർ വേദിയിലെത്തിയപ്പോൾ കാണികളിലും ആവേശം. പൂരക്കളി കളിക്കാൻ നല്ല മെയ്വഴക്കം വേണം. സംഘകാലം മുതൽ ഈ കലാരൂപം നിലവിലുള്ളതായി പറയപ്പെടുന്നു. പാട്ടിനനുസരിച്ചാവണം ചുവടും അംഗവിക്ഷേപങ്ങളും. ശങ്കരനാരായണീയം എന്നും ഈ കലാരൂപത്തിന് പേരുണ്ട്. കാണികളെ ആവേശത്തിലാഴ്ത്തുന്ന ഒരു മത്സരമാണ് വഞ്ചിപ്പാട്ട്. വളരെ ആവേശപൂർവം ആണ് വഞ്ചിപ്പാട്ട് മത്സരം. വഞ്ചിപ്പാട്ട് മത്സരവേദിയിലെ വിശേഷങ്ങൾ. ഭക്തിയും ആവേശവും കാണികൾക്ക് പകർന്നു നൽകി വഞ്ചിപ്പാട്ട് മത്സരം. ബദനി കോൺവെന്റ് ഗേൾസ് സ്കൂളിലെ 10ാം നമ്പർ വേദിയിൽ നടന്ന മത്സരം വള്ളംകളിയുടെ പ്രതീതി സൃഷ്ടിച്ചു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് വഞ്ചിപ്പാട്ട് മത്സരം നടന്നത്. പങ്കെടുത്ത ഭൂരിഭാഗം ടീമുകളും അവതരണ മികവ് കൊണ്ട് ശ്രദ്ധ നേടി. ആറന്മുള, കുട്ടനാടൻ എന്നീ 2 ശൈലികളിലാണ് വഞ്ചിപ്പാട്ട് മത്സരം നടന്നത്. കുട്ടനാടൻ ശൈലി ഇടിത്താളവും ആറന്മുള ശൈലി ഭക്തിസാന്ദ്രവുമാണ്. 2 ശൈലികളിലെയും പാട്ട് നദോന്നത വൃത്തത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഭൂരിഭാഗം ടീമുകളും ആറന്മുള ശൈലിയിലാണ് അവതരിപ്പിച്ചത്. കുചേലവൃത്തം, ഭീഷ്മപർവം, ബാണയുദ്ധം, രാമായണം തുടങ്ങി പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും കഥാസന്ദർഭങ്ങളാണ് വഞ്ചിപ്പാട്ടിൽ അവതരിപ്പിക്കുന്നത്. പാട്ടിൻ്റെ ശ്രുതി, ലയം, താളം, അക്ഷരശുദ്ധി, വായ്ത്താരി എന്നിവയാണ് മത്സരത്തിലെ പ്രധാന ഘടകങ്ങൾ. ഹൈസ്കൂൾ വിഭാഗം മത്സരത്തിൽ കുന്നംകുളം ബദനി കോൺവെന്റ് സ്കൂളാണ് 1ാം സ്ഥാനം നേടിയത്. ആദ്യമായാണ് ബദനി സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടുന്നത്. ആലപ്പുഴ സ്വദേശികളായ ജിഷ്ണു, അനന്തു എന്നിവരാണ് പരിശീലകർ. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് 1ാം സ്ഥാനം നേടിയത്. ആദ്യമായാണ് അന്നനാട് സ്കൂൾ സംസ്ഥാന തലത്തിലേക്ക് ഈ വിഭാഗത്തിൽ യോഗ്യത നേടിയത്. ചാലക്കുടി സ്വദേശി വിനയനാണ് പരിശീലകൻ. ഹൈസ്കൂൾ വിഭാഗം മിമിക്രിയിൽ സംസ്ഥാനത്തേക്ക് സ്നേഹ. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് KS സ്നേഹ. കൈപ്പറമ്പ് സ്വദേശി ഷാജിഷ് ശ്രീവിദ്യ ദമ്പതികളുടെ മൂത്ത മകൾ. തുടർച്ചയായി 3ാം തവണയാണ് സ്നേഹ തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ 1ാം സ്ഥാനം നേടുന്നത്. കഴിഞ്ഞ 2 തവണയും സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയിരുന്നു. പരിശീലകരില്ലാതെയാണ് ഈ നേട്ടം കൈവരിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് യൂട്യൂബ് വീഡിയോയിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് സ്നേഹ മത്സരത്തിനിറങ്ങുന്നത്. ആസ്വാദകർ സ്വീകരിച്ചതോടെ സ്നേഹ അനുകരണ കലയിൽ മികവ് കാട്ടി. ബീറ്റ് ബോക്സിന് പുറമെ 5 വ്യത്യസ്ത ശബ്ദങ്ങളാണ് സ്നേഹയുടെ മാസ്റ്റർ പീസ്. യൂട്യൂബിൽ നിന്ന് കണ്ടെത്തിയ ശബ്ദങ്ങൾ ചിട്ടപ്പെടുത്തിയതും സ്നേഹ തന്നെയാണ്. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് വിജയത്തിന് പിന്നിലെന്ന് സ്നേഹ പറയുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ടാണ് മിമിക്രിയിൽ ചേർന്നത്. ബീറ്റ് ബോക്സ് എന്ന് പറയുന്നത് പുതിയൊരു ഐറ്റം ആണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. ഗുരു ഇല്ലാണ്ടാണ് പഠിക്കുന്നത്, സ്വയം തന്നെയാണ് പഠിക്കുന്നത്. യൂട്യൂബിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അമ്മയും ടീച്ചർമാരെല്ലാം സപ്പോർട്ട് ഉണ്ട്. കഴിഞ്ഞ 2 വർഷവും സ്റ്റേറ്റിൽ A ഗ്രേഡ് കിട്ടിയിരുന്നു. ഈ വർഷം എനിക്ക് സ്റ്റേറ്റിൽ പോകണം. അമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത്. സംസ്ഥാന കലോത്സവത്തിൽ കഴിഞ്ഞ 2 തവണയും നേടിയ വിജയം ഇത്തവണയും ആവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കൊച്ചുമിടുക്കി. ഹയർ സെക്കൻഡറി വിഭാഗം മോണോ ആക്ടിൽ +1 വിദ്യാർത്ഥിനി കൃഷ്ണ സാനിക കൈപ്പമംഗലം ഫിഷറീസ് സ്കൂളിൽ 1ാം സ്ഥാനം. സംസ്ഥാന തലത്തിലേക്ക് മത്സരത്തിൽ പോകുന്ന കൃഷ്ണ സാനിക ആദിവാസി
പ്രമേയമായിരുന്നു അല്ലേ? എന്നാലും കൃഷ്ണസാനികയുടെ ആ മോണോ ആക്ടിലെ കുറച്ച് ഭാഗങ്ങൾ തന്നെ നമുക്കൊന്ന് കാണാം. മോനെ മലദൈവങ്ങള് വിളിച്ചതല്ലോ, കൊന്നതല്ലേ, കൊന്ന് കെട്ടിത്തൂക്കിയതല്ലേ. കാട്ടേ കഴിയണ ഞങ്ങൾക്കിപ്പോ കാട്ടുമൃഗങ്ങളെ പേടി, നാട്ടുവാസികളെയാ കാടും നാടാക്കി ലോകം മുടിക്കണ നിങ്ങളുടെ മക്കളുടെ ചിരക്ക് തന്നെയാ കൊള്ളി വെക്കണേന്ന് മനസ്സിലാക്കിക്കോ. അങ്ങനെ കലോത്സവത്തിന് കുന്നംകുളത്ത് സമാപനമായിരിക്കുന്നു. കൗമാര കലാപൂരത്തിന് കുന്നംകുളത്ത് കൊടിയിറങ്ങുമ്പോൾ ടീം TCVയും കുന്നംകുളത്തിന്റെ മണ്ണിൽ നിന്നും വിട പറയുകയാണ്. ഗുഡ് ബൈ. Thank you.